ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കറൻറ്റ് എനർജി എന്താണ്, നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ്, അപ്പോൾ എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന മാറ്റങ്ങൾ, ഇതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ തീർത്തും ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. സോ റെസനേറ്റ് ആണെന്ന് തോന്നുന്നവർ ഇതിലെ പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായി കണക്റ്റ് ചെയ്ത് അട്രാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. തീർച്ചയായിട്ടും ഇവിടെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളുടെ ഒരു എനർജി വന്നിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ലൊരു സാമ്പത്തിക അടിത്തറ ഉണ്ടാകുന്നതിന് ഒരുപാട് പരിശ്രമിക്കുന്നുണ്ടാവാം. എന്നാൽ നിങ്ങളുടെ ആ ഒരു പരിശ്രമത്തിന് അർഹിക്കുന്ന ഫലം ലഭിക്കുന്നില്ല എന്നൊരു വിഷമം നിങ്ങൾക്കുണ്ട്. ഇവിടെ മാനസികമായി വളരെയധികം വിഷമിക്കുന്ന വ്യക്തികളുടെ എനർജി തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതൊരു പക്ഷേ പല കാരണങ്ങൾ കൊണ്ടാവാം. സാമ്പത്തികം നിങ്ങൾക്ക് കിട്ടാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ ഒരു ജോലി ലഭിക്കാത്തത് മൂലമാകാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആളുടെ സ്നേഹം ലഭിക്കാതെ വരുന്നതാകാം. അങ്ങനെ പല വിധത്തിലുള്ള വിഷമങ്ങൾ നിങ്ങൾക്കുണ്ട്. തീർച്ചയായും ഇവിടെ നിങ്ങളെ മറ്റു ചില വ്യക്തികൾ നിങ്ങൾക്കെതിരെ നിൽക്കുന്നതായിട്ട് ഒരു അവസ്ഥ കാണുന്നുണ്ട്. ഒരു പക്ഷേ അത് നിങ്ങളുടെ ജോലിസ്ഥലത്താവാം. നിങ്ങളോട് ഒരു മത്സരബുദ്ധിയോടെ അവർ പെരുമാറുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതിനെതിരെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. അല്ലെങ്കിൽ നിങ്ങൾക്കവരെ എതിർക്കാനോ മറുത്തൊരു വാക്കു പറയാനോ സാധിക്കാത്ത അവസ്ഥയാവാം. എന്നാൽ നിങ്ങളുടെ ഈ ഒരു അവസ്ഥയ്ക്ക് ഇവിടെ മാറ്റം വരികയാണ്. നിങ്ങൾക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാനും അഭിപ്രായങ്ങൾ തുറന്നു പറയാനും ഒക്കെ സാധിക്കുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ വന്നെത്തുന്നു എന്നാണ് കാണുന്നത്. മാത്രമല്ല സാമ്പത്തികമായി ഉയർന്നു വരാനുള്ള ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസ തിരികെ കിട്ടുന്നതാവാം, അതുമല്ലെങ്കിൽ മുടങ്ങിക്കിടക്കുന്ന ശമ്പളം ലഭിക്കുന്നതാവാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങളെ മറ്റാരെങ്കിലും സാമ്പത്തികമായി സഹായിക്കുന്നതാവാം. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ മനസ്സിനെ ഇപ്പോൾ മാനസികമായി എന്തു കാര്യമാണോ അലട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനങ്ങാൻ പറ്റാത്ത തരത്തിൽ എന്തു കാര്യമാണോ നിങ്ങളെ കെട്ടിയിട്ടിരിക്കുന്നത്, അതിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം ഉണ്ടാകാൻ പോവുകയാണ്. നിങ്ങളുടെ ലൈഫിലൊരു ന്യൂ ബിഗിനിങ് ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത്. ഇവിടെ ഫുൾ കാർഡ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ ഒരു പുതിയ തുടക്കം കുറിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ഇരുട്ട് നിറഞ്ഞ ആ ഒരു ജീവിതത്തിലേക്ക് ഒരു പ്രകാശം വന്നെത്തുന്നു. അതുപോലെ തന്നെ ഇവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം, നിങ്ങളെ ഒരുപാട് പേര് പലതും പറഞ്ഞ് ചതിച്ച ഒരു സാഹചര്യം കാണുന്നുണ്ട്. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടെങ്കിൽ, നിങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, അവരുടെ മുന്നിൽ നിങ്ങൾക്കൊരു വിജയം വരാൻ പോവുകയാണ്. നിങ്ങളുടെ കണ്ണുനീരിന് ഒരു ഫലം ഉണ്ടാകുന്നു. പ്രപഞ്ചശക്തി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തുടങ്ങുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലും ഒരു നീതി നടപ്പാക്കാൻ പോകുന്നു എന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങളുടെ ഇപ്പോഴത്തെ മോശം സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ പുറത്തു കടന്ന നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്നതായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിൽ നിന്ന് ആരെങ്കിലും പിണങ്ങി മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ, അവരുടെ ഒരു പിണക്കം മാറി നിങ്ങളിലേക്ക് എത്താനുള്ള സാഹചര്യവും ഇവിടെ കാണുന്നുണ്ട്. തീർച്ചയായും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കൊപ്പമുണ്ട്. മാത്രമല്ല നിങ്ങളിലേക്ക് ഒരുപാട് ഓഫറുകൾ വന്നെത്തുന്നു എന്ന് കാണുന്നുണ്ട്. ഒരുപക്ഷെ ഒരു ജോലി ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ജോലിക്കുള്ള ഓഫറായിരിക്കാം, അല്ലെങ്കിൽ വിദേശയാത്രകളൊക്കെ പോകുന്ന
പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിൽ നിങ്ങൾക്ക് വിദേശയാത്ര പോകാനുള്ളൊരു അവസരം ലഭിക്കുന്നതാവാം. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് അവസരങ്ങൾ വന്നെത്തുന്നു എന്ന് കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് വരവിനേക്കാൾ കൂടുതൽ ചിലവ് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം. നിങ്ങൾക്കൊരു കാര്യവും ബാലൻസിങ്ങിൽ കൊണ്ടുവരാൻ സാധിക്കാത്ത ഒരു അവസ്ഥ. ഒരുപക്ഷെ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ കുറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത്തരത്തിലൊരു അവസ്ഥ കാണുന്നുണ്ട്. ഇത്തരത്തിൽ എല്ലാ സാഹചര്യങ്ങൾക്കും ഇവിടെ മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഉറച്ച നിലപാടുകൾ എടുക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു വ്യക്തി മൂലം വഞ്ചിക്കപ്പെട്ട ചില വ്യക്തികളുടെ ഒരു എനർജി കാണുന്നുണ്ട്. അതായത് മറ്റുള്ളവരോട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഷെയർ ചെയ്തിരുന്ന ഒരു ആളായിരിക്കാം. എല്ലാവരെയും നിങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ചിരുന്നിരിക്കാം. അതിനാൽ തന്നെ നിങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ച ആ വ്യക്തി അവസരം കിട്ടിയപ്പോൾ അവരുടെ സ്വാർത്ഥ നേട്ടത്തിന് വേണ്ടി നിങ്ങളെ മുതലെടുത്തു. അത് ചിലപ്പോൾ നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ആളാവാം. അപ്പോൾ ആ ഒരു സംഭവത്തിൻ്റെ ആഘാതം ഇപ്പോഴും നിങ്ങളിലുണ്ട്. അതിനാൽ തന്നെ ഇത്തരം സംഭവങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെടുത്തു. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ പല കാര്യങ്ങളും കൃത്യമായി നിരീക്ഷിച്ച് കണ്ടെത്തുവാൻ അല്ലെങ്കിൽ കൃത്യമായി നിരീക്ഷിച്ച് പ്രവർത്തിക്കുവാൻ തീരുമാനമെടുക്കുന്നു എന്ന് കാണുന്നുണ്ട്. ആരെയൊക്കെ വിശ്വസിക്കണം അല്ലെങ്കിൽ ആരെയൊക്കെ ചേർത്ത് പിടിക്കണം എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് വന്ന് ചേർന്നിട്ടുണ്ട്. മാത്രമല്ല മറ്റുള്ളവരോട് പറയേണ്ടാത്ത കാര്യങ്ങൾ പറയാതെ സൂക്ഷിക്കാൻ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളോട് ചെയ്തു പോയ ആ ഒരു തെറ്റോർത്ത് ആ വ്യക്തി ഇവിടെ പശ്ചാത്തപിക്കുന്നുണ്ട്. നിങ്ങളുടെ വില എന്തെന്ന് നിങ്ങളുടെ അസാന്നിധ്യത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ച എന്തെങ്കിലും പ്രശ്നമായിരിക്കാം. അത്തരത്തിൽ ആരെങ്കിലും നിങ്ങളോട് തെറ്റ് ചെയ്ത് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ചിട്ട് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഇപ്പോൾ അതെല്ലാം ഓർത്ത് പശ്ചാത്തപിക്കുന്നുണ്ട്. ഒരുപക്ഷെ സാമ്പത്തികമായി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടാവാം. സാമ്പത്തികമായിട്ട് നിങ്ങളവരെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടാവാം. അതൊന്നും ഓർക്കാതെയാണ് മറ്റുള്ളവരുടെ വാക്ക് കേട്ട് മറ്റു പ്രലോഭനങ്ങളിൽ വീണ് അവർ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചത്. തീർച്ചയായും നിങ്ങളോട് ചെയ്തു പോയതിനൊക്കെയുള്ള ഒരു കർമ്മ അവർ നേരിടുന്ന ഒരു സമയം തന്നെയാണ്. നിങ്ങൾ എത്രത്തോളം അവരെ കെയർ ചെയ്തിരുന്നു എന്നവർ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് ലഭിച്ച ആ ഒരു കെയറിങ്ങോ അല്ലെങ്കിൽ സഹായങ്ങളോ ഒന്നും മറ്റാരിൽ നിന്നും അവർക്ക് ലഭിക്കുന്നില്ല. അവർക്കൊരു നഷ്ടബോധം ഇപ്പോൾ തോന്നി തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായും വീണ്ടും നിങ്ങളുമായിട്ട് മിണ്ടാനും അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സഹകരിക്കാനുമൊക്കെ ആഗ്രഹിക്കുന്ന ഒരു എനർജി തന്നെയാണ് കാണുന്നത്. നിങ്ങളിലേക്ക് തിരികെ എത്തുന്ന ഒരു എനർജിയാണ് കാണുന്നത്. പക്ഷേ നിങ്ങളുടെ സമീപനം എത്തരത്തിലുള്ളതാകുമെന്നൊരു ഉത്കണ്ഠ ഈ വ്യക്തിയിൽ കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ തീരുമാനമെടുക്കുന്ന ഒരു എനർജിയും നിങ്ങൾക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് ലഭിക്കും എന്ന് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്രോബ്ലംസിന് ഒരു അഡ്വൈസ് കിട്ടുന്നു എന്നുള്ളതാണ്. ഫിനാൻഷ്യലി സ്റ്റക്കായിട്ട് നിന്ന ആൾക്കാർ അല്ലെങ്കിൽ പണം നഷ്ടപ്പെട്ടു പോയ ആൾക്കാർ, ഇത്തരം സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണം സമ്പാദിക്കുന്നതിന് എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് ഒരു ഗൈഡൻസ് ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത്തരത്തിൽ മുന്നോട്ട് പോകുവാൻ നല്ലൊരു മാർഗം പറഞ്ഞു നൽകാൻ അല്ലെങ്കിൽ നല്ലൊരു വഴി പറഞ്ഞു നൽകാൻ മറ്റു ചിലരുടെ സഹായം കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം. അതുപോലെ തന്നെ നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാവുന്നു എന്ന് കാണുന്നുണ്ട്. ഒരുപക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടിയാവാം നിങ്ങൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ടിരുന്നത്. അങ്ങനെയെങ്കിൽ ഇനി നിങ്ങൾ നിങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്ത് പുതിയൊരു തലത്തിലേക്ക്
ചെന്നെത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സന്തോഷവും സമൃദ്ധിയുമൊക്കെ നിറഞ്ഞ പുതിയൊരു ജീവിതത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു എനർജി തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും നിങ്ങളിലേക്ക് ആത്മവിശ്വാസവും ധൈര്യവുമെല്ലാം കടന്നു വരുന്ന ഒരു സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ശരിക്കും പാസ്റ്റിൽ നിങ്ങൾ തുടർന്നു പോകുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അതൊരു പക്ഷേ നിങ്ങൾ ആർക്കെങ്കിലും സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അവസാനിപ്പിക്കുന്നതാവാം. അതല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന പോലുള്ളൊരു സ്നേഹം അതേ അളവിൽ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടുള്ള ഒരു മാറ്റമാവാം. നിങ്ങൾ എത്ര സഹായിച്ചിട്ടും സ്നേഹിച്ചിട്ടും നിങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും അവരിൽ നിന്നും ലഭിക്കുന്നില്ല എന്ന് കാണുമ്പോൾ ഇനി അത് തുടർന്നു പോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് തിരിച്ചറിയുന്നതിലൂടെ ആ ഒരു നിരാശയിൽ നിങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.